ഈ രോഗത്തോട് നാം വിടവാങ്ങാത്ത കാലത്തോളം, ആ പരീക്ഷണം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന കാലത്തോളം നാം അതുമായിട്ട് പെരുമാറേണ്ടതായ രൂപം, അത് നാം സൂക്ഷ്മത പാലിക്കുക എന്നതാണ്. ആ സൂക്ഷ്മത പാലിക്കുമ്പോൾ നാം വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വധിക്കരുത് എന്ന അല്ലാഹുവിന്റെ കൽപ്പനയും, വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അപകടത്തിലേക്ക് വലിച്ചെറിയരുത് എന്നതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ കൽപ്പനയുമെല്ലാം മുമ്പിൽ വെച്ചിട്ടായിരിക്കണം ഈ രോഗത്തോട്, ഈ യുഗത്തോട് നാം പെരുമാറേണ്ടത് എന്നതാണ് മക്ക ഇമാം ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലൂടെയും ഏത് കാലഘട്ടത്തിലും ഏത് പ്രയാസങ്ങളും വരുന്ന സന്ദർഭത്തിൽ അവകളോട് ഏത് രൂപത്തിലാണ് നാം പെരുമാറേണ്ടത്, അവകളെ നാം ഏത് രൂപത്തിലാണ് കൈയാളേണ്ടത് എന്നതൊക്കെ ഖുർആനും സുന്നത്തും നമുക്ക് ഓരോ കാലഘട്ടത്തിന് വേണ്ടി പഠിപ്പിച്ചു തന്ന ശൈലിയുണ്ട്. അത് നമുക്ക് അല്ലാഹു ചെയ്തു തന്ന വിശാലമായ അനുഗ്രഹമാണ്. കാരണം നമ്മുടെ മതം പരിപൂർണ മതമാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യുഗം നമ്മുടെ മുമ്പിൽ വിട്ട് കടക്കുമ്പോൾ, ഒരു പരീക്ഷണം വിട്ട് കടക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് അത്തരം കാര്യങ്ങളിൽ എന്നത് നോക്കാൻ നമ്മുടെ മുമ്പിൽ വിധികളുണ്ട്. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്താണെന്ന് നോക്കാൻ നമ്മുടെ മുമ്പിൽ ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഹജ്ജിന് വേണ്ടി വന്നതായ സന്ദർഭത്തിൽ ഹജ്ജത്തുൽ വദാഇൽ അറഫയിലും മിനയിലും മറ്റും സംസാരിച്ചപ്പോൾ, ഇന്ന ദിമാഅക്കും അംവാലക്കും അഅറാദക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ ദമ് നിങ്ങൾക്ക് ഹറാമാണ് എന്നും നിങ്ങളുടെ അറാദ് അഭിമാനത്തെ നിങ്ങൾ സംരക്ഷിക്കണമെന്നും നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കണമെന്നും ഈ ഇസ്ലാം നമ്മോട് ശാസിച്ചതായ ആ പ്രധാനപ്പെട്ട ബാധ്യതകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എന്ന കൽപ്പനകൾ ഹദീസിൽ ധാരാളം പരന്നു കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൽപ്പനകളൊക്കെ എല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. നാം ഇങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ കുട്ടികളുമായി, കുടുംബവുമായി പട്ടണത്തിലിറങ്ങുമ്പോൾ, കറങ്ങുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, എവിടെ ചെല്ലുമ്പോഴും. കാരണം അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. നമ്മുടെ സമ്പത്തിനെ കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും സന്താനത്തെക്കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും. അവരുടെ കാര്യത്തിൽ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ് മക്ക ഇമാം ഉണർത്തിയത്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും നിങ്ങളുടെ കുടുംബക്കാരുടെ കാര്യത്തിലും സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മക്കളെ അല്ലെങ്കിൽ കുട്ടികളെ, 15 വയസ്സിന് താഴെയുള്ളവരെ, അതുപോലെ വയസ്സും പ്രായമുള്ള പ്രയാസമുള്ള രോഗമുള്ളവരെ, അത് ഇങ്ങനെയുള്ള മേഖലയിൽ ഏതായാലും ഈ രോഗം നമ്മളോട് വിടവാങ്ങിയിട്ടില്ല. എപ്പോഴാണ് വിടവാങ്ങുന്നതെന്ന് അറിയുകയുമില്ല. അതിനോട് നാം അതേ രൂപത്തിൽ തന്നെ നമ്മുടെ മസാലഹകളും നമ്മുടെ ബിസിനസ്സുകളും നമ്മുടെ വ്യാപാരങ്ങളും നമ്മുടെ യാത്രകളും നമ്മുടെ നമസ്കാരങ്ങളും എല്ലാം അതിൽ കൂടി തന്നെ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ, അറബി ഭാഷയിൽ പറയാറുള്ളത് പോലെ തബാഉദ്, വിട്ടുനിന്നുകൊണ്ട്, ദൂരം നിന്നുകൊണ്ട്, മാസ്ക് ധരിച്ചുകൊണ്ട് ഏതെല്ലാം രൂപത്തിൽ സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുന്നുവോ ആ രൂപത്തിൽ സൂക്ഷ്മത പാലിക്കാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് നാം വീഴ്ച വരുത്താൻ പാടില്ല. അതിൽപ്പെട്ടതാണ് കുട്ടികളുടെ കാര്യം, അതിൽപ്പെട്ടതാണ് വയസ്സും പ്രായമുള്ളവരുടെ കാര്യം, അതിൽപ്പെട്ടത് തന്നെയാണ് നമ്മുടെ സ്വന്തം നഫ്സിനെയും നാം സൂക്ഷ്മത പാലിക്കാത്ത രൂപത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് പ്രയാസത്തിൽപ്പെട്ട് അതിലൂടെ ഇപ്പോൾ എത്രയോ രോഗങ്ങൾ വ്യാപകമായതും വർദ്ധിച്ചതും ഹൈദരാബാദിലുള്ള പല പട്ടണത്തിലും ഉള്ളതിലേക്ക് സംഭവിച്ചതിലേക്ക് സൂചന നൽകിയതായിരുന്നു മക്ക ഇമാം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്തതായ സന്ദർഭത്തിൽ.